വിസ്കോ ബീറ്ററോ ഇല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ നമുക്കൊരു ക്രീം തയ്യാറാക്കിയാലോ? അതിനായി 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ചൂടായി വരുമ്പോഴേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് അതിൻ്റെ മുകളിൽ വെച്ച് ലയിപ്പിച്ചെടുക്കാം. നന്നായി എല്ലാം ലയിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫോർക്കാണ്. അതുപയോഗിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് പതഞ്ഞു വന്നതിന് ശേഷം 1 സ്പൂൺ വാനില എസൻസും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി അടിച്ച് യോജിപ്പിക്കാം. കുറച്ചധികം നേരം ഇങ്ങനെ ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കാം. ഓരോ സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇത് തിക്കായി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ക്രീം നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. അതിനായി കുറച്ചധികം നേരം തിക്കാവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. തീർച്ചയായും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണിത്.